മൂന്നാർ ചൊക്രമുടി കയ്യേറ്റത്തെക്കുറിച്ചാണ്. അതിലിപ്പോൾ വിശദീകരണവുമായി ഭൂ ഉടമ രംഗത്ത് വന്നിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ചാണ് താൻ ഈ വസ്തു വാങ്ങിയതെന്നാണ് സ്ഥലമുടമ സിബി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. 2023 സിബി ഭൂമി വാങ്ങുന്നത്. പുതുതായി അവിടേക്ക് റോഡ് നിർമ്മിച്ചിട്ടില്ല, വെള്ളം തടസ്സപ്പെടുത്തിയിട്ടില്ല. റെഡ് സോണിൽ നിർമ്മാണ പ്രവർത്തനത്തിന് നൽകിയിരിക്കുന്ന അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം നടത്തിയത്. എന്റെ ഈ സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നീക്കം നടത്തുകയാണ് എന്നൊക്കെയാണ് സിബി പറയുന്നത്. വ്യാജ പട്ടയം എന്നത് ആരോപണം മാത്രമാണെന്നാണ് സിബി പറയുന്നത്. നമുക്ക് സിബിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. ആദ്യം ഈ വസ്തുക്കളെല്ലാം പട്ടയപ്രകാരമുള്ള ഞങ്ങൾക്ക് അന്വേഷിക്കാവുന്ന രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും താലൂക്കിലും വില്ലേജുകളും ഒക്കെ അന്വേഷിച്ച് ഞങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ 2023 ഫെബ്രുവരി മാസം ഞങ്ങളത് വിലയ്ക്ക് വാങ്ങി. ഓഗസ്റ്റ് മാസമാണ് ഞങ്ങളുടെ പേരിലോട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഞങ്ങളവിടെ നിലവിലുണ്ടായിരുന്ന വഴി ഞങ്ങളൊന്ന് പുനരുദ്ധരിച്ചു, ഗതാഗത യോഗ്യമാക്കി എടുത്തു. ജലതീർച്ചത്തിന് വേണ്ടി ഞങ്ങൾ വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വ്യാജമാണ്, പട്ടയം കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പട്ടയം ഇത് ജനുവിനാണ്, അതിൻ്റെ എല്ലാ രേഖകളും നമ്മുടെ കൈവശമുണ്ട്. പിന്നെ എങ്ങനെ വ്യാജ പട്ടയം ആകുന്നു എന്ന് നമുക്കറിയാൻ വരാം. ഇതൊരു ആരോപണം, ഇതിൻ്റെ പുറകിലൊക്കെയുള്ള മോട്ടിവേഷൻ എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇത് ചില ആൾക്കാർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിന് പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോൾ സിബിക്ക് പറയാനുള്ളത്. അതേസമയം റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പട്ടയം വ്യാജമായി നിർമ്മിച്ചു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചൊക്രമുടി സംരക്ഷണ സമിതി. പട്ടികവർഗക്കാരുടെ പേരിൽ വ്യാജ പട്ടയം നിർമ്മിച്ച് ചൊക്രമുടിയെ മുറിച്ചു വിൽക്കാനുള്ള നീക്കമാണെന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം റവന്യൂ വകുപ്പിൽ നിന്ന് തന്നെ ലഭിച്ച രേഖകളും ഇവർ തെളിവായി നിരത്തുകയാണ്. ആ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. ചൊക്രമുടിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ ഉടമസ്ഥ അവകാശവുമായി ബന്ധപ്പെട്ടും പട്ടയം നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ. ഈ പട്ടയം അനധികൃതമായി സമ്പാദിച്ചതാണ് എന്ന ആരോപണം ഗുരുതരമായി തന്നെ ഉയരുന്നുണ്ട്. അതിന് ചില രേഖകൾ, റവന്യൂ രേഖകൾ ഈ സമിതിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ ഈ പട്ടയം വ്യാജമാണ് എന്ന് ആരോപിക്കുന്നത്? നിലവിൽ കയ്യേറ്റക്കാർ പറയുന്നത് അവർക്ക് 4 പട്ടയങ്ങൾ വീതമാണ് കിട്ടിയിട്ടുള്ളത് ഈ സ്ഥലത്ത് എന്നാണ് പറയുന്നത്. ഈ പട്ടയങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട 4 പേർക്ക്, ചൊക്കനാട് എസ്റ്റേറ്റിൽ താമസിക്കുന്ന 4 പേർക്കാണ് സർക്കാരിൽ നിന്നും സിദ്ധിച്ചിട്ടുള്ളതായി പറയുന്നത്. ഈ പട്ടയങ്ങളുടെ യഥാസ്ഥിതിക നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പട്ടയങ്ങളുടെ അപേക്ഷയിലും പട്ടയത്തിലും വാങ്ങിയിരിക്കുന്ന ആളും അപേക്ഷ വെച്ചിരിക്കുന്ന ആളുകളുടെയും ഒപ്പുകൾ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് പരിശോധനയിൽ പെടുന്നത്. രണ്ടാമത് തന്നെ പട്ടയം ലഭിച്ച ആളുകൾക്ക് സർവേ ആൻഡ് ദ ഡിമിഗ്രേഷൻ ചാർജ് അത് ഈ പറയുന്ന കൂടുതൽ കുറവ് രജിസ്റ്ററിലോ AM രജിസ്റ്ററിലോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. നിലവിൽ ഈ പട്ടയം സ്പെഷ്യൽ തഹസിൽദാർ വിതരണം ചെയ്യാതെ താലൂക്ക് ഓഫീസിൽ ഹാൻഡ് ഓവർ ചെയ്തതായിട്ടാണ് നമ്മുടെ കൂടുതൽ കുറവ് രജിസ്റ്ററിൽ കാണിക്കുന്നത്. ഈ ഹാൻഡ് ഓവർ ചെയ്ത പട്ടയങ്ങൾ താലൂക്ക് ഓഫീസറെയോ അല്ലെങ്കിൽ താലൂക്ക് സർവേയോ സ്വാധീനിച്ചുകൊണ്ട് മൈജോ അല്ലെങ്കിൽ മൈക്കിൾ എന്ന് പറയുന്ന ആളുകൾ പട്ടയം സമ്പാദിക്കുകയും ഈ പട്ടയം മറ്റുള്ള ആളുകളെ, അതായത് വ്യാജമായ ആളുകളെ വെച്ച് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബിനാമിയായ ശിവൻ എന്ന് പറയുന്ന ആളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് മേടിക്കുകയും അതിനുശേഷം മൈജോയുടെയും മൈക്കിളിൻ്റെ പേരിലേക്കും രജിസ്റ്റർ ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഇരിക്കുന്ന കൈവശക്കാരനായ സിവിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹം 40ഓളം ആധാരങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 1977 93 റീസർവേകളിൽ ഈ ഭൂമി റവന്യൂ ഭൂമിയായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അന്ന് ഈ പ്രദേശത്ത് ഏകദേശം 2 ഏക്കർ 10 സെൻറ്റിന് മാത്രമേ പട്ടയം ഉള്ളതായി കാണുന്നുള്ളൂ. പിന്നീട് നടന്ന ഇടപെടലിൻ്റെ ഫലമായിട്ട് 2023 30/7/2023 റവന്യൂ മന്ത്രിയുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ പറയുന്ന താലൂക്ക് സർവേ ഒത്താശയോട് കൂടി റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്പെഷ്യൽ ഓർഡർ സമ്പാദിച്ചുകൊണ്ട് ഈ പട്ടയം ഈ കയ്യേറ്റ ഭൂമികളാക്കി സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പട്ടയം നൽകിയിരിക്കുന്നത്. ഈ പട്ടയം നൽകിയിരിക്കുന്നത് അനധികൃതമായി തന്നെ എന്ന് തന്നെയുള്ള വാദമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. ചൊക്രമുടിക്കാര്യം നമുക്ക് റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. മന്ത്രിയെ നമ്മൾ വിളിച്ചു നോക്കി, കിട്ടിയില്ല. നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ. സിബി പറയുന്നതാണോ, സംരക്ഷണ സമിതി പറയുന്നതാണോ അവിടുത്തെ വസ്തുത എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ആ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് വ്യക്തമാക്കി തരുന്നത് കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് പറഞ്ഞതുപോലെ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് സാർ.